ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ വഴി തന്നെ എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങാം അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ എപ്പോഴും ഒരു ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട് എങ്കിലും ഒന്നും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇനി അനായാസം ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോവുക, ഫോൺ സെറ്റിംഗ്സിൽ പോവുക. ഫോൺ സെറ്റിംഗ്സിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ക്ലൗഡ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങളിൽ ചിലപ്പോൾ അക്കൗണ്ട്സ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ വീണ്ടും അക്കൗണ്ട്സ് എന്ന് കാണാം. ചില ഫോണുകളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും, ചിലരിൽ ക്ലൗഡ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അക്കൗണ്ട് അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് നിങ്ങളുടെ ഏതൊക്കെ അക്കൗണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കറങ്ങും. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ ഇതേപോലെ ഒരു പാസ്വേഡ് ചോദിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ പാസ്വേഡ് ഏതാണോ ആ ഒരു സ്ക്രീൻ പാസ്വേഡ് കൊടുക്കുക. അപ്പോഴത്തേക്കും അത് ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഇങ്ങനെ വരും. അവിടെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ അക്കൗണ്ടും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ല നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് അക്കൗണ്ടാണ് വേണ്ടത്. മൈ സെൽഫ് നമുക്ക് സ്വന്തം അക്കൗണ്ട്, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ മൈ സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു അക്കൗണ്ട് നെയിം കൊടുക്കുന്നു, ഒരു പേര് കൊടുക്കുന്നു, അർജുൻ കൃഷ്ണൻ എന്ന് ഞാൻ കൊടുക്കുന്നു. ജസ്റ്റ് ഞാനൊരു പേര് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പേരും നെയിം, നിങ്ങളുടെ യഥാർത്ഥ പേര് ഏതാണോ അതിൻ്റെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഞാൻ മെയിൽ കൊടുക്കുന്നു. അതിൻ്റെ നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ജിമെയിൽ അക്കൗണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഞാൻ അർജുൻ നമുക്ക് ഒരു ഐ ഡി വേണമല്ലോ, ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാനിപ്പോൾ അർജുൻ 1 2 3 4 5 ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. 4 5 6 7 എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ഡി എടുക്കാവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഉള്ളത് കാരണം നമ്മൾ വേറൊന്ന് മാറ്റി കൊടുക്കണം. അർജുൻ കൃഷ്ണൻ 1 2 3 4 5 6 എന്ന് കൊടുക്കുന്നു. 6 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. അതും ഓൾറെഡി ഉണ്ട്. അർജുൻ കൃഷ്ണൻ, ഒന്നും കൂടെ ഞാൻ കൃഷ്ണൻ എന്ന് കൊടുക്കുന്നു. അർജുൻ കൃഷ്ണൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഒന്നും കൂടെ ഞാൻ കൊടുക്കുന്നു. അതും ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതാണ് പ്രശ്നം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കാം. കിട്ടുമെന്ന് അറിയത്തില്ല എങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേരൊന്ന് ആ ഐ ഡിയുടെ പേരൊന്നും മറ്റൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി തിരിച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് ആ ഒരു ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുക. ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 5 6 എന്ന് കൊടുക്കുന്നു. സോറി, ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള നല്ല കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു പാസ്വേഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം നല്ല സ്ട്രോങ് ആയിട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പം സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സ്ട്രോങ് പാസ്വേഡ് ഇതിപ്പോൾ 1 2 3 4 ഒക്കെ വളരെ വീക്കായിട്ടുള്ള പാസ്വേഡാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഗൂഗിൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കുക. കൊടുക്കുന്നു.
അപ്പോൾ നിങ്ങൾ ഇതേപോലെ പാസ്വേഡ് കൊടുത്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പേരും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലെറ്റേഴ്സുകളും കൊടുക്കുക. അപ്പോൾ അതിന് പാസ്വേഡ് ഇത് കറക്റ്റ് ആവും. അതിനുശേഷം നിങ്ങൾ ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യണമോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യും. അതിനുശേഷം ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ID വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പ്രൈവസി കുറച്ച് പോളിസികളൊക്കെ കാണും. നിങ്ങളതിൽ ഐ അഗ്രീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു Gmail ID നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഈ Gmail ID നമുക്ക് വേറെ ഏത് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള Gmail ID ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ തന്നെ ആ ഒരു ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴെ എൻ്റെ മറ്റൊരു ID ആണ്. അപ്പോൾ 2 IDയിൽ നിങ്ങൾക്ക് ഒരു ഫോണിൽ തന്നെ ഒന്നിൽ കൂടുതൽ ID നിങ്ങൾക്ക് ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.